പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് BJPയുടെ സവിശേഷമായ രീതിയിലുള്ള ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ്. ഇന്ത്യയെ ജനാധിപത്യത്തിൻ്റെ വഴികളിലൂടെ തന്നെ എങ്ങനെയാണ് ഹിന്ദു മതരാഷ്ട്രമാക്കി പരിവർത്തനപ്പെടുത്തുക എന്ന പരീക്ഷണമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണ ഓട്ടോക്രാറ്റിക്, ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടം എന്നതിനപ്പുറത്ത് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്തി 2025 ആകുമ്പോഴേക്കും ഈ രാജ്യത്തെ ഹിന്ദു മതരാഷ്ട്രമാക്കുക എന്ന ടാർഗറ്റിൽ നിന്നാണ്, എന്ന അജണ്ടയിൽ നിന്നാണ് BJP, അമിത്ഷയും മോഡിയുമൊക്കെ അടങ്ങുന്ന RSS നേതൃത്വം കൊടുക്കുന്ന BJPയുടെ സർക്കാർ ഈ രാജ്യത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റിൽ 143 MPമാരെ പുറത്താക്കിയിരിക്കുക. അവർ പാർലമെൻറ്റ് മന്ദിരത്തിന് നേരെയുണ്ടായ സുരക്ഷാ ഭീഷണിയെക്കുറിച്ച് പ്രധാനമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തണം എന്നാവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ്. വാജ്പേയി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് പാർലമെൻറ്റ് ആക്രമണം ഉണ്ടായത്. അതിൻ്റെ 22ാം വാർഷികത്തിലാണ് പാർലമെൻറ്റ് മന്ദിരത്തിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെ പുതുതായി നിർമ്മിച്ചതെന്ന് പറയുന്ന പാർലമെൻറ്റ് മന്ദിരത്തിന് നേരെ സുരക്ഷാ ഭീഷണി ഉണ്ടായത്. അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണമെന്ന് പറഞ്ഞ കുറ്റത്തിനാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ നിന്ന് ഇപ്പോൾ 143 MPമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 143 പ്രതിപക്ഷ MPമാരെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഇതാ വിവാദപരമായ ക്രിമിനൽ നിയമ ഭേദഗതി ബില്ലുകൾ ലോക്സഭയിൽ പാസ്സാക്കിയെടുത്തിരിക്കുന്നു. കൊളോണിയൽ കാലത്തെ ക്രിമിനൽ നിയമങ്ങളെ മാറ്റുന്നുവെന്ന വളരെ കപടമായ ദേശീയ വാചകടികളുമായിട്ടാണ് ഈ ക്രിമിനൽ നിയമ ഭേദഗതി ബില്ലുകളെ അമിത്ഷാ പാർലമെൻറ്റിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ അത് ഏകപക്ഷീയമായി പാസ്സാക്കിയെടുത്തത് ഇന്ത്യൻ ദേശീയതയെ രൂപപ്പെടുത്തിയ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ ചരിത്രഗതിയിൽ നിന്ന് മാറി നിൽക്കുകയും ഒരു വേള ബ്രിട്ടനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്ത് ഒറ്റിക്കൊടുക്കുകയും ചെയ്ത ചരിത്രമുള്ളവരാണ് അമിത്ഷയുടെ പൂർവികർ. ഇന്ത്യയിലെ RSS പ്രസ്ഥാനം ഇപ്പോൾ കൊളോണിയൽ നിയമങ്ങൾ മാറ്റുന്നുവെന്ന് വീമ്പ് പറഞ്ഞുകൊണ്ട് നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന ഇവർ ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയതയിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി RSS ഉണ്ടാക്കിയ ഹെഡ്ഗേവാറിൻ്റെ അനുയായികളാണ്. RSS രൂപീകരിച്ചത് തന്നെ എന്തിനു വേണ്ടിയാ? ബ്രിട്ടന് പകരം മുസ്ലിങ്ങളെ ഹിന്ദുക്കളുടെ മുഖ്യ ശത്രുക്കളാക്കി ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയതയെ ആക്ഷേപിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ പ്രതിരോധിക്കാനുള്ള കലാപങ്ങൾ 1920-30കളിൽ കലാപങ്ങൾ സംഘടിപ്പിച്ച അത്തരമൊരു അജണ്ടയിൽ നിന്നാണ് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അഭീഷ്ടങ്ങളനുസരിച്ച് RSS ഈ രാജ്യത്ത് ജന്മമെടുത്തതും പ്രവർത്തനം ആരംഭിച്ചതും. ഇത് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായ EJ ബെവറിജ് 1942 RSSനെ കുറിച്ച് അദ്ദേഹം നൽകിയ റിപ്പോർട്ട്, CID റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഈ RSSകാർ എന്തുമാത്രം ബ്രിട്ടീഷ് അനുകൂലികളും അനുസരണയുള്ളവരും ആണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ കൊളോണിയൽ ദാസ്യത്തെ ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിലാണ്, മണിപ്പൂരിൻ്റെ പേരിൽ പാർലമെൻറ്റിൽ പ്രതിപക്ഷങ്ങൾ പുറത്തുപോയ സന്ദർഭത്തിലാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ക്രിമിനൽ നടപടി ചട്ടങ്ങൾ CRPC, അതുപോലെ തന്നെ എവിഡൻസ് ആക്ട് ഒക്കെ തന്നെ ഇന്ത്യൻ പീനൽ കോഡ്, ഇതിലൊക്കെ തന്നെ പുതിയ ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ടുള്ള ബില്ലുകൾ അമിത്ഷാ പാർലമെൻറ്റിൽ കൊണ്ടുവന്നത്. എന്താ ഈ ബില്ലുകൾക്ക് നൽകിയ പേര്? ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബിൽ. ഇങ്ങനെയൊക്കെ ഹിന്ദിവൽക്കരിക്കപ്പെട്ട ഒരർത്ഥത്തിൽ എന്താണ്, നമ്മുടെ നിയമങ്ങളെ സംസ്കൃതവൽക്കരിക്കുകയാണ്. മനുസ്മൃതിക്കാവശ്യമായ ശബ്ദമുദ്രകളിലൂടെയാണ് പുതിയ നിയമം കൊണ്ടുവന്നത്. പ്രതിപക്ഷാംഗങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ ബില്ലുകൾ എതിർശബ്ദമില്ലാതെ, അവരുടെ അഭിപ്രായം കേൾക്കാതെ പാസ്സാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ നിയമ ഭേദഗതികൾ എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ പ്രസക്തി എന്താണെന്ന ചോദ്യത്തിന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഈ ബില്ല് അവതരിപ്പിച്ച അമിത്ഷാ നൽകിയ മറുപടി വളരെ കൗതുകമുള്ളത്. അദ്ദേഹം പറഞ്ഞത്, ഈ ക്രിമിനൽ നടപടി നിയമം വഴി, ഭേദഗതി വഴി നമ്മൾ നമ്മുടെ ക്രിമിനൽ നടപടി നിയമത്തെ ഭാരതവൽക്കരിച്ചു എന്നാണ്, അവയുടെ പേരുകൾ ഇന്ത്യയിലാക്കി എന്നാണ്. ഇതൊക്കെ എന്താ കാണിക്കുന്നത്? ഭാരതവൽക്കരണത്തിൻ്റെയും സംസ്കൃതവൽക്കരണത്തിൻ്റെയും വഴികളിലൂടെ നമ്മുടെ രാജ്യത്തെ മനുവാഴ്ചയിലേക്ക്, മനുസ്മൃതിയിലേക്ക് കൊണ്ടുപോകുന്ന അത്യന്തം അപകടകരമായ നീക്കങ്ങളുടെ ഭാഗമാണ് പാർലമെൻറ്റിലെ പ്രതിപക്ഷങ്ങളെ പുറത്താക്കി ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്ന ഈ ക്രിമിനൽ നടപടി നിയമങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം.
1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തെയും 1973 ഇന്ത്യൻ ക്രിമിനൽ നടപടി ചട്ടങ്ങളെയും 1872 തെളിവ് നിയമവും പാടമാറ്റിക്കൊണ്ടാണ് കൂടുതൽ കടുത്ത പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ആ രീതിയിൽ ഈ ഭേദഗതികൾ അവതരിപ്പിച്ചത്. നിയമങ്ങളുടെ ഭാരതവൽക്കരണത്തെക്കുറിച്ച് വാചകമടിച്ചുകൊണ്ടാണ് അമിത്ഷാ ഈ പുതിയ ഭേദഗതികൾ പാർലമെൻറ്റിൽ കഴിഞ്ഞ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഹിന്ദുത്വവൽക്കരണവും നമ്മുടെ ഭരണഘടനയുടെ നിരാകരണവുമാണ് ഇത്തരം നിയമ ഭേദഗതികൾക്ക് പ്രേരകമായി വർത്തിക്കുന്നതെന്ന് മതനിരപേക്ഷവാദികളായ എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. കൊളോണിയൽ അടിമത്തത്തിൻ്റെ അവശിഷ്ടങ്ങളായി ഈ നിയമങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഭാരത ന്യായ സംഹിത പോലുള്ള ശബ്ദമുദ്രകളിലൂടെ രാജ്യത്തെ മനുസ്മൃതിയിലേക്ക് നയിക്കുന്ന നിയമങ്ങൾ BJP കൊണ്ടുവന്നിരിക്കുന്നത്. സംസ്കൃതവൽക്കരിക്കപ്പെട്ട സംജ്ഞകളിലൂടെ ആധുനിക ജനാധിപത്യ സമൂഹത്തെ വിഭാവനം ചെയ്യുന്ന കുറ്റത്തെയും ശിക്ഷയെയും തെളിവുകളെയും സംബന്ധിച്ച നിയമങ്ങളും ചട്ടങ്ങളും അട്ടിമറിക്കുകയാണ് BJP സർക്കാർ ചെയ്തിരിക്കുന്നത്. 150 വർഷം പിന്നിട്ട നിയമങ്ങളെ സമ്പൂർണ്ണമായി പിൻവലിച്ച് ഭാരതവൽക്കരണത്തിൻ്റെ പേരിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന അസാധാരണമായ ഈ നടപടിയെ എങ്ങനെ കാണണം? അത് ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ അജണ്ടയിൽ നിന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് ഭരണഘടനാ വിരുദ്ധമായ നീക്കമാണ് എന്ന് തിരിച്ചറിയണം. സർവ്വവിധ ഭരണഘടനാനുസൃതമായ പാർലമെൻ്ററി നടപടിക്രമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ പുതിയ നിയമങ്ങളുടെ അവതരണം നമ്മുടെ പാർലമെൻറ്റിലുണ്ടായത്. ഭരണഘടനയിൽ അനുച്ഛേദം 348 അനുസരിച്ച് പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കണം എന്ന നിബന്ധന അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഹിന്ദിയിൽ ബില്ല് കൊണ്ടുവന്നത്. വിചിത്രവും ഞെട്ടിപ്പിക്കുന്നതുമായ വസ്തുത, പുതിയ നിയമനിർമ്മാണങ്ങൾക്കുള്ള ബില്ലുകൾ തയ്യാറാക്കിക്കൊണ്ടുവരേണ്ടത് നിയമനീതി വകുപ്പാണ്. എന്നാൽ ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് പുതിയ നിയമങ്ങളുടെ രൂപകൽപ്പന നടന്നിട്ടുള്ളത്. ജനാധിപത്യത്തിൻ്റെ എല്ലാ നടപടിക്രമങ്ങളെയും ലംഘിക്കുന്ന സ്വേച്ഛാധികാര പ്രവണതയാണ് പുതിയ നിയമ അവതരണത്തിലൂടെ അത് പാസ്സാക്കിയെടുക്കുന്നതിലൂടെയും വെളിവായിരിക്കുന്നത്. 143 പ്രതിപക്ഷങ്ങളെ പുറത്താക്കി ഒരു ബില്ല് എതിർശബ്ദമില്ലാതെ പാസ്സാക്കുന്ന ഓട്ടോക്രാറ്റിക് അവസ്ഥയിലേക്ക് രാജ്യം എത്തിപ്പെട്ടിരിക്കുന്നു. പ്രതിപക്ഷമില്ലാത്ത ലോകസഭയിൽ ചർച്ചകൾ കൂടാതെ ബില്ലുകൾ ചുട്ടെടുത്ത് കൊടുക്കുക, ഇതാ BJPയുടെ നയം. പ്രതിപക്ഷങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുക വഴി അവർക്ക് ഈ സുപ്രധാന ബില്ലുകളുടെ ചർച്ചകളിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായില്ല. പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ എല്ലാ കീഴ്വഴക്കങ്ങളെയും ജനാധിപത്യപരമായ നിയമനിർമ്മാണത്തിനുള്ള സമമായ സാധ്യതകളെയും നിരാകരിച്ചുകൊണ്ടാണ് ബില്ലുകൾ ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്, നിയമമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെൻ്ററി സമ്മേളനത്തിൽ അവതരിപ്പിച്ച ബില്ലുകൾ പാർലമെൻ്ററി കാര്യസമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടതാണ്. പാർലമെൻ്ററി കാര്യസമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സമ്മേളനത്തിൽ ബില്ലുകൾ ചർച്ചക്കെടുക്കാതെ പിൻവലിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പാർലമെൻ്ററി സമിതിയുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ചു എന്ന രീതിയിൽ ബില്ലുകൾ അമിത്ഷാ കൊണ്ടുവരികയായിരുന്നു. പാർലമെൻറ്റ് സുരക്ഷാ ഭീഷണിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിലാണ് 140 MPമാരെ ലോകസഭയിൽ നിന്ന് പുറത്താക്കിയത്. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയാണ് സുപ്രധാനങ്ങളായ IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമുള്ള 3 നിയമങ്ങൾ ഇപ്പോൾ ലോകസഭ പാസ്സാക്കിയിരിക്കുന്നത്. അവതരിപ്പിക്കപ്പെട്ട ഭാരതീയ ന്യായ സംഹിത എന്ന പുതിയ ശിക്ഷാ നിയമത്തിൽ 386 വകുപ്പുകളാണുള്ളത്. ഇതിൽ 175 എണ്ണവും ഭേദഗതികളോടെ നിലവിലുള്ള ശിക്ഷാ നിയമത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. 22 എണ്ണം പൂർണ്ണമായി ഒഴിവാക്കുകയും 8 പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ക്രിമിനൽ നടപടിക്രമത്തെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന പേരിലാണ് പുതിയ നിയമം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിലവരാവട്ടെ 533 വകുപ്പിൽ 150 എണ്ണവും നിലവിലുള്ള ക്രിമിനൽ നടപടി നിയമത്തിലുള്ളത് തന്നെ. 22 എണ്ണം റദ്ദാക്കുകയും 9 പുതിയ വകുപ്പ് ചേർക്കുകയും ചെയ്തു. ഇന്ത്യൻ തെളിവ് നിയമത്തിന് ഭാരതീയ സാക്ഷ്യ ബിൽ എന്നാണ് അവർ നൽകിയിരിക്കുന്ന പേര്. ഇതിൽ 170 വകുപ്പുകളുണ്ട്. പഴയ തെളിവ് നിയമത്തിൽ നിന്ന് 23 വകുപ്പുകളെ ഭേദഗതികളോടെ സ്വീകരിച്ചിട്ടുണ്ട്. 5 എണ്ണം റദ്ദാക്കുകയും 1 വകുപ്പ് പുതുതായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ദേശദ്രോഹ നിയമം, അതായത് 124A ഒഴിവാക്കി എന്ന അവകാശവാദമാണ് അമിത്ഷാ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊളോണിയൽ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്ത അവരെ രാജ്യദ്രോഹാക്കുന്ന നിയമം ഞങ്ങൾ മാറ്റിയെന്നാണ് പറയുന്നത്. എന്നാൽ പേര് മാറ്റി 150 വകുപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. വിയോജിക്കാനും പ്രതിഷേധിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ തടയുന്ന സെക്ഷൻ 150 രാജ്യദ്രോഹം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും അർത്ഥത്തിലും പ്രയോഗത്തിലും അത് തന്നെയാണ്. 124A വകുപ്പിൽ വിദ്വേഷവും അവമതിപ്പും ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളെയും പ്രസംഗങ്ങളെയും രാജ്യദ്രോഹമായിട്ടാണ് വ്യവസ്ഥ ചെയ്തത്. പുതിയ നിയമത്തിൽ വാക്കുകൾക്ക് മാറ്റം വന്നു.
വിദ്വേഷത്തിനും അവമതത്തിനും പകരം വിഭാഗീയത ആയുധമുപയോഗിച്ചുള്ള കലാപം, നിലവിലുള്ള വ്യവസ്ഥയെ മാറ്റാനുള്ള ഏതൊരു പ്രയോഗവും, ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും ഇല്ലാതാക്കാനുള്ള ഏതൊരു ശ്രമവും അത്തരം വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ എന്നാക്കി മാറ്റുക, അല്ലെങ്കിൽ ആ രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുകയാണ് ഈ നിയമം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 124 ഭീകരമായ 150 വകുപ്പ് 150 അവതരിപ്പിച്ചിരിക്കുകയാണ് BJP. എഴുതിയതും പറഞ്ഞതും ഏതെങ്കിലും രീതിയിലുള്ള പ്രതിദാനവും എന്നതിൻ്റെ കൂടെ ഇലക്ട്രോണിക് മാർഗങ്ങൾ, സാമ്പത്തിക മാർഗങ്ങൾ എന്നിവ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ, നിലവിലെ വ്യവസ്ഥയെ അട്ടിമറിക്കൽ തുടങ്ങിയ വളരെ അവ്യക്തമായ പ്രയോഗങ്ങൾ ഏതൊരു പ്രതിഷേധത്തെയും ഏതൊരു സമരത്തെയും സെക്ഷൻ 150 ഉപയോഗിക്കാവുന്ന കുറ്റമായി പരിഗണിക്കും എന്നതാണ്. എന്ന് പറഞ്ഞാൽ 124 മൂർച്ചയുള്ള ആക്രമണത്തിന് വിപുല സാധ്യതയുള്ള ഒന്നാണ് 150 വകുപ്പ് എന്ന് നമ്മൾ കാണണം. തീവ്ര ഹിന്ദുത്വ അജണ്ടയിൽ നിന്നുള്ള നീക്കങ്ങളാണിതൊക്കെ. തങ്ങളുടെ വിദ്വേഷ ഹിന്ദുരാഷ്ട്ര അജണ്ടയ്ക്ക് ആവശ്യമായ രീതിയിൽ ഭരണഘടനയെ തന്നെ പൊളിച്ചെഴുതാനുള്ള നീക്കങ്ങളാണ് സംഘപരിവാർ കഴിഞ്ഞ കുറേ കാലമായി ത്വരിതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1998 വാജ്പേയി സർക്കാരിൻ്റെ കാലം മുതൽ അവർ ഇന്ത്യൻ ഭരണഘടനയെ പൊളിച്ചെഴുതാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. ഇന്ന് ഇന്ത്യൻ ഭരണഘടനയെ ഇത്തരം നിയമനിർമ്മാണങ്ങളിലൂടെ പൊളിച്ചെഴുതുകയും മതാത്മകമായ പൗരത്വ നിയമം അടക്കം അടിച്ചേൽപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നയിക്കുകയാണ്. അതിനാവശ്യമായ രീതിയിലുള്ള ജനാധിപത്യത്തിൻ്റെ തന്നെ വഴികൾ എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി ജനാധിപത്യത്തെ തന്നെ ഉപയോഗിച്ച് തങ്ങളുടെ സ്വേച്ഛാധികാരം, തങ്ങളുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയം അത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന സവിശേഷമായ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് BJP ഈ രാജ്യത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. തൽക്കാലം ഈ വിഷയം നമുക്കിവിടെ നിർത്താം. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം.